നല്ലവരെന്ന് കാരമടിച്ച് അടുത്തിരിക്കുന്ന ആള് ജയം എന്ന് പറഞ്ഞോട്ടെ. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആളെ ഞാൻ ജയിച്ചതിന്റെ ഘോഷം ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞേ ഇത് രണ്ട് പേരുടെ ജയം. ഒന്ന് ക്രിസ്തുവിന്റെ ജയം, രണ്ട് ക്രിസ്തു മൂലം എനിക്ക് ജയം. പറ, ക്രിസ്തുവിന്റെ ജയം. ജയോത്സവം എന്ന വാക്ക് കൊലോസ്യർ 2-ലും 2 കൊരിന്ത്യർ 2-ലുമാണുള്ളത്. കൊലോസ്യർ 2-ലെ ജയം ക്രൂശിൽ. അവൻ അവരുടെ മേൽ ക്രൂശിൽ എന്നാ ജയം? ആണ്ട് തോറ്റു കിടക്കുന്നു. കയ്യെ പിടിച്ചറ തോൽവി എന്ന നാട്ടുകാർക്ക് തോന്നും നീ ജയിച്ചോണ്ടിരിക്കാന്ന്. കരമൊന്ന് അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഏത് പാട്ടാ പാടുന്നത്? ജനറൽ നിൽക്കുന്ന പോലെ നിന്ന് പറ, ഇന്ന് നിങ്ങളെ ആദരിക്കാന്ന് പറ. ഒന്ന് ഓർത്ത് നോക്കി. ഇന്ന് നിങ്ങളാ മെയിൻ ആള്. കയ്യെ പിടിച്ച് പറഞ്ഞു, ഇന്നാണ് നിങ്ങളുടെ ഡേറ്റ് ആയത്. പറഞ്ഞോട്ടെ, നിങ്ങളുടെ ഡേറ്റ് എപ്പോഴൊക്കെ? എപ്പോഴും. ഈ ജയോത്സവം എപ്പോഴൊക്കെ ആഘോഷിക്കാം? പറഞ്ഞോട്ടെ. ഇവിടെ എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ ആ സബ്ജക്റ്റിൽ ഈ വർഷം തോറ്റാലും കൊള്ളാം, ജയിച്ചാലും കൊള്ളാം, ഈ ജയം എപ്പോഴും ഉണ്ട്. കരമൊന്ന് അടിച്ച് കർത്താവിനെ സ്തുതിക്കാം. തീർന്നെന്ന് പറയുന്ന ഒരു തുടക്കമായിരിക്കും. കയ്യപ്പിടിച്ചു, ഇത് രാജ്യം വേറെയാ. രാജ്യം വേറെയാ. ആ രാജ്യത്തിന്റെ വകുപ്പല്ല ഇവിടെ നടക്കുന്നത്. അവിടെ തീർന്നെന്ന് പറഞ്ഞ് ഇവിടെ തുടങ്ങിയതാ. അവിടെ തോറ്റെന്ന് പറഞ്ഞ് ഇവിടെ ജയിച്ചതാ. അവിടെ ആണ്ട് കുരിശെ കിടക്കുന്നെന്ന് പറയുന്നത് ഇവിടെ സകലവും പിടിച്ചടക്കിയ മക്കൾ ഇവിടെ ഉണ്ടോ? യേശു അകത്തുള്ള മക്കൾ ഇവിടെ ഉണ്ടോ? ഒന്ന് കരമടിച്ച് പാട്ടൊന്നു എന്മേലോ ഇനി എന്റെ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. എന്മേലോ ഇനി എന്റെ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. ഓ ക്രൂശിലെ യേശു ജയാളിയാണല്ലോ. ഞാൻ ജയാളിയാണല്ലോ. ക്രൂശിലെ യേശു ജയാളിയാണല്ലോ. ഞാൻ ജയാളിയാണല്ലോ. ഈ ലോക ജീവിതത്തിൽ വൻശോധന നേരിടുമ്പോ തളരുകയില്ല, ഇനി പതറുകയില്ല. ജയാളിയാണല്ലോ. ഞാൻ ജയാളിയാണല്ലോ. നിങ്ങൾ തെരഞ്ഞെടുത്ത പാട്ട് കറക്റ്റാ. ഈ ലോക ജീവിതത്തിൽ നമുക്ക് അയ്യോ അത് ശരിയായില്ല, പ്രാർത്ഥിച്ച വിഷയം വിടുതലായില്ല എന്ന് തോന്നുന്നിടത്ത് ഓൾറെഡി നിങ്ങൾ ജയിച്ചിരിക്കുക. ആ കൈ ഇങ്ങോട്ട് നീട്ടാൻ പറ, ഒരെണ്ണം കൊടുത്തിട്ട് പറ, താൻ ജയിച്ചിരിക്കുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾക്ക് കേൾക്കണോ? നമ്മുടെ ഈ സഹോദരി എന്നെ ഫോണിൽ വിളിച്ച സഹോദരിയെ കൊണ്ട് ജയമെല്ലാം കൽപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഭർത്താവല്ല പ്രശ്നം, പിന്നെ ആരാണ് പ്രശ്നം? നിങ്ങളിപ്പോൾ ദൈവരാജ്യത്തിലായിരിക്കുക. ദൈവരാജ്യത്തിൻ്റെ രാജാവ് അകത്ത് വന്നിരിക്കുന്നത്. എനിക്കൊന്ന് നമ്മളൊക്കെ കേൾക്കുന്നതിനൊക്കെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും തോന്നും. അവർ പറഞ്ഞു, ഇനി ഒരു ദുഷ്ടശക്തി ആ മകനെ പിടിച്ചിരിക്കുന്നത്, ശാസിച്ചോളാൻ പറഞ്ഞു. ഞാൻ ഫോണിനിപ്പുറത്ത് നിന്ന് ഞാൻ പറഞ്ഞു, ഞാനല്ല ജയിപ്പിക്കുന്ന, മോളെ തന്നെയാണ് ജയിപ്പിക്കുന്നത്. ഒറ്റ ശാസനം വെച്ചു. സ്തോത്രം. കുറച്ച് ദിവസം കഴിഞ്ഞ് സംഭവിച്ചത് എന്നാന്ന് വെച്ചാൽ പിറ്റേന്ന് ഈ പുള്ളി വീട്ടിൽ വന്നു. പുള്ളിക്കാരത്തി ഇന്നലെ ഒരാളെന്നെ വിളിച്ചിരിക്കുക. അത് ബ്രദറിന് മിറക്കിൾ വർക്കിംഗ് പവർ ഉണ്ടെന്ന് കേട്ടു. എൻ്റെ കൂട്ടുകാരത്തി ഇന്നയാൾ അവളുടെ ഭർത്താവിനെ
ബ്രദർ ഒറ്റ ദിവസം കൊണ്ട് വീട്ടിൽ വരുത്തിയെന്ന് കേട്ടു. എൻ്റെ ഭർത്താവ് ഇങ്ങനെ പോയിരിക്കുക, എൻ്റെ ഭർത്താവിനെയും കൂടെ വീട്ടിൽ വരുത്താമോ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരി, ഞാൻ ചില വിഷയങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മിറക്കിൾ വർക്കർ അല്ല ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ കുറേ നേരം ഞാൻ സംസാരിച്ചു. പക്ഷേ മോളെ, ഞാൻ ആ മകളോട് പറഞ്ഞു കൊടുത്തൊരു കാര്യം മോളോടും പറഞ്ഞു തരാം. ജയം നിന്റെ കയ്യിലാണ്. അടുത്തിരിക്കുന്നവർ ജയം ഇനി എടുക്കണ്ട, ജയം എടുക്കുന്നു എന്നൊന്നും പറഞ്ഞോട് തെറ്റുണ്ടെന്നല്ല, ജയം ഓൾറെഡി എടുത്തതാ. കാര്യമൊന്ന് അടിച്ചു കർത്താവിനെ സ്തുതിക്കാം. ഈ ലോക ജീവിതത്തിൽ വൻശോധന നേരിടുമ്പോൾ തളരുകയില്ല, ഇനി പതറുകയില്ല. ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ഈ ലോക ജീവിതത്തിൽ വൻശോധന നേരിടുമ്പോൾ തളരുകയില്ല, ഇനി പതറുകയില്ല. ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. രോഗത്തിനെന്റെ മേൽ കാര്യമില്ല, ശാപത്തിനെന്റെ മേൽ ഉർബലാരകസ്യപ്രവേ റൈഡരോ ദഗപ്രവാല സകലാരകപ്രവാല. ഓ ക്രൂശിലെ യേശുവെല്ലാം വഹിച്ചത് ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ഹരമടിച്ച് അർപ്പാരാജാധികാവാരം തേരെ അർത്താരിച്ച സപ്തർജാല യാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. എന്മേലോ ഇനി എന്റെ ഭവനത്തിലോ സാധാന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. ഓ എന്മേലോ ഇനി എന്റെ ഭവനത്തിലോ സാധാന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. ക്രൂശിലെ യേശു ജയാളിയായതാ, ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ഓ ക്രൂശിലെ യേശു ജയാളിയായതാ, ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. We are already victorious. നമ്മളിപ്പോൾ തന്നെ ജയാളികളാണ്. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്ന ബൈബിളിൽ സത്യം മാത്രം എഴുതിയിട്ടുള്ളൂ? ആ ബൈബിൾ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇതിനകത്ത് സത്യം മാത്രം എഴുതിയിട്ടുള്ളൂ. ഷുവറാണോ? ഷുവറാണോ? ഈ ബൈബിൾ നിങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നിങ്ങളും ഞാനും വിശ്വസിക്കണ്ടേ? ഈ ബൈബിൾ പറയുന്നു ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും. അതാണ് നമ്മൾ സ്വർഗീയ വിരുന്നുകാർ ചുരുക്കി പറയാറുള്ളത്. എല്ലായിടത്തും ജയോത്സവം എന്നൊരു വാക്യമില്ല, നമ്മൾ ചുരുക്കി പറഞ്ഞതാണ്. അതുകൊണ്ട് ഇന്നത്തെ ടൈറ്റിൽ ഇതാണ്, നാം യുദ്ധവീരർ. ഉറക്കെ പറഞ്ഞേ, എല്ലായ്പ്പോഴും എല്ലായിടത്തും നമുക്ക് ജയോത്സവം. നമ്മളാരാണ്? യുദ്ധവീരർ. പക്ഷെ നമ്മൾ കർത്താവിലായി കഴിഞ്ഞ ഒരു രാജ്യത്തിലായപ്പോൾ ഈ രാജ്യത്തിൽ മറഞ്ഞിരുന്ന നമ്മളിലേക്ക് യുദ്ധവുമായി പിശാച് വരും. കാരണം നിങ്ങളെ അവൻ ഭയപ്പെടുന്നു. നിങ്ങളെ എന്ത് ചെയ്യുന്നു? നമ്മുടെ മനസ്സിടിക്കുവാൻ, ഭാരപ്പെടുത്തുവാൻ. ഇന്നലെ നമ്മുടെ ഒരു സഹോദരി എന്നെ ഫോണിൽ വിളിച്ചു. സഹോദരിക്ക് വൈകുന്നേരം ആകുമ്പോൾ ഒരു ശ്വാസം മുട്ടൽ പോലെ വരും, അതോടുകൂടി ഒരു പേടി വരും, ഉറങ്ങാൻ പറ്റുന്നില്ല. ഭർത്താവും ഭാര്യയും കൂടെ വിളിച്ചത്. ഞാൻ പറഞ്ഞു, സഹോദരിയെ പിശാചിന്, ആ മേഖലയിലുള്ള പിശാചിന് വളരെ പേടിയുണ്ടെന്ന് പിടികിട്ടി. പറഞ്ഞാട്ട് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ഭാരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാട്ട് നിങ്ങളെ കണ്ട് വരുണ്ടിട്ടുണ്ട്. ഇന്നലെ വേറൊരു സഹോദരി നമ്മുടെ മറ്റൊരു സഭ നിന്ന് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ല ഇന്ന് ഉച്ച കഴിഞ്ഞവർ വരും. ഒരു മോൻ, ആ മോൻ്റെ ചില കാര്യങ്ങൾ വല്ലാത്ത മാറ്റം വരും. അവൻ വർഷിപ്പ് ടീമിലൊക്കെ നിന്നതാണ്. പക്ഷെ കുഞ്ഞു വല്ലാത്തൊരു സ്വഭാവത്തിലേക്ക് മാറുന്നു. അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടാകുന്നു. ഫാദർ ഇവിടെ ഇല്ല, അമ്മ ഇവിടെ ഇല്ല, ഒരു ബ്രദറുള്ളത് ഇവിടെ ഇല്ല. വളരെ വിഷമിക്കുന്നു. അപ്പോൾ ആ സഹോദരി പറയുകയാണ്, സഹോദരിയോട് ഇടപെട്ടപ്പോഴാണ് സഹോദരി രാത്രി പകൽ കാലങ്ങളിൽ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. എന്നോട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ വീടിൻ്റെ ചുറ്റും എല്ലാ വർഷവും 6 പേരെങ്കിലും ആത്മഹത്യയുമായിരുന്നു. ഞാൻ കർത്താവിനെ അറിഞ്ഞപ്പം മുതൽ, ഇവിടെ വീട്ടിൽ പ്രാർത്ഥന വെച്ച ആൾക്കാർക്ക് ഇഷ്ടമല്ല, പക്ഷെ ഒന്ന് സംഭവിച്ചു. ഞാൻ കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ ഞങ്ങളുടെ നാട്ടിൽ ഒരൊറ്റ ആത്മഹത്യ നടന്നിട്ടില്ല. നീ ആരാന്നറിയാമോ? ദൈവത്തിൻ്റെ പൈതൽ. ഒന്ന് കരമടിച്ച് ആർപ്പോടെ കർത്താവിനെ സ്തുതിച്ചാൽ റബാ ഹത്തുര റബുഷപ്രബാല റബാല ഹത്തുര ശംബറ ഹത്തുര. ആ സഹോദരിയുമായിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെ അകത്ത് വലിയ ബലമുണ്ടായി. ആ മകൾ പറയാം, ഞാനിവിടെ ഉള്ളതുകൊണ്ട്. ഉറക്കെ പറഞ്ഞാട്ടെ. അങ്ങനത്തെ കുറച്ച് ക്രിസ്തുവിൽ ഞങ്ങളെ, ക്രിസ്തുവിനോട് കണക്ട് ചെയ്തൊരു ഞാൻ എന്നിൽ വരട്ടെ.
അല്ലാത്ത ഞാനല്ല അഹങ്കാരമാണ്. ക്രിസ്തുവിനോട് കണക്ട് ചെയ്ത ഒരു സെൽഫ് നമുക്കുണ്ടായിരിക്കണം. ക്രൈസ്റ്റ് കണക്റ്റഡ് സെൽഫ്, ക്രിസ്തുവിൽ ഞാൻ. ഉറക്കെ പറഞ്ഞേ. അല്ലാത്ത ഒരു ഞാനും പറയരുത്. ഞാൻ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാ, ഞാൻ ഇസ്രായേൽ ജാതിക്കാരനാ, ഞാൻ ഇന്ന കുടുംബക്കാരനാ, അല്ലെങ്കിൽ ഞാൻ തന്നെ ഇവിടെ നിങ്ങളുടെ മുമ്പ് നിൽക്കുന്ന ആളാ. ഇതൊന്നും നമുക്കില്ല. അതൊക്കെ മനുഷ്യന് സ്വത്രം നമ്മുടെ ശ്വാസം കൊണ്ട് തീരുന്നതാ. എന്നാൽ ദൈവത്തിൻ്റെ മക്കളെ ക്രിസ്തുവിൽ ഞാൻ. ഉറക്കെ പറഞ്ഞേ. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 12 ആദ്യത്തെ വാക്യം, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. ഉറക്കെ പറഞ്ഞ, ക്രിസ്തുവിലുള്ള തന്നെക്കുറിച്ച് തന്നെ പറയുക. അപ്പോസ്തലനോ പ്രവാചകനെന്നോ ഒന്നും പറയുന്നില്ല. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ ചില സംവത്സരം മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അവൻ ആത്മമണ്ഡലത്തിൽ നടക്കുന്നവന്. അവൻ ആത്മാവിൻ്റെ ആളാണ്. അവൻ ആത്മാവിൽ ചലിക്കുന്നവനാണ്. എന്നിട്ടാണ് അവൻ ഇറങ്ങി വന്ന് ഇവിടെ ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കൾക്ക് ഈ ദിവസങ്ങളിൽ ആത്മീയമായ ഉന്നത അനുഭവങ്ങൾ തരാൻ പോകുകയാണ്. ഒരു സ്തോത്രവും ഹല്ലേലൂയായും ആരാധനയ്ക്ക് വന്ന് ഒന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ച് വചനം കേട്ടൊരു കർത്തൃമേശ എടുത്ത് മാത്രം പോവുകയല്ല. ആത്മമണ്ഡലത്തിലെ ഉന്നതമായ ചില കാര്യങ്ങൾ നിന്നെ കർത്താവ് പഠിപ്പിക്കാൻ പോകുകയാണ്. ആത്മമണ്ഡലത്തിലെ ചില ഉയർന്ന ലെവലിലേക്ക് ദൈവം നിന്നെ ഉയർത്തിയെടുക്കാൻ പോകുകയാണ്. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചോട്ടെ. എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം തങ്കു ബ്രദറും ഇന്നർ ചേംബറിൽ ഇതേ കാര്യം പറഞ്ഞു. അത് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു പൗലോസ്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞോട്ടെ, ആ ആത്മാ മണ്ഡലങ്ങളിലെ ഉയർച്ച നീ അറിയണം. പിശാച് പോരാട്ടവുമായി വരുമ്പോൾ നീ ആത്മീയത്തിൽ ഉയരണം. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്നൊക്കെ പാത്രം പറഞ്ഞ് നടക്കരുത്. ആത്മീയമായ ചില ഉയർച്ചകൾ ഈ ദിവസങ്ങളിൽ ദൈവദൂതന്മാരെ നീ കാണും. ദൈവദൂതന്മാരെ കാണും. ആമേൻ. നിന്റെ കൂടെ യേശു നിൽക്കുന്ന കാഴ്ച കാണും. കരമൊന്നടിച്ച്, എനിക്കറിയാം ഇന്ന് പകൽ ഞാനിവിടെ ശുശ്രൂഷിക്കുമ്പോൾ ദൂതന്മാർ എൻ്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നത് എനിക്ക് ആത്മാവിൽ അറിയാം. നിന്റെ കൂടെ നിപ്പുണ്ട്. നിനക്കറിയാമോ, നീ സ്വർഗത്തിൻ്റെ ആള്, ദൈവരാജ്യത്തിൻ്റെ ആളാണ്, അദൃശ്യ രാജ്യത്തിൻ്റെ ആളാണ്. നീ നടക്കുമ്പോൾ നിന്റെ കൂടെ ദൈവദൂതന്മാരുണ്ട്. നീ ദൈവത്തിൻ്റെ ജനറലാണ്. യേശു ക്രിസ്തു ക്രൂശിലെടുത്ത ജയം നിന്നിലൂടെയാ വെളിപ്പെടുത്താൻ പോകുന്നത്. കരമൊന്ന് അടിച്ചാർപ്പോടെ കർത്താവിനെ സ്തുതിക്കാം. ഈ ഭാഷയുണ്ടല്ലോ, ഈ നാവിൽ വരുന്ന ഭാഷ, അത് ദൈവരാജ്യത്തിന്റെ ഭാഷയാ. ആർക്കെങ്കിലും അത് കിട്ടാതെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചോണം. നിങ്ങളെ ആള് മാറ്റാൻ പോകുക. നിങ്ങൾ ഇരിക്കുന്ന ഇടം മാറും. കരമൊന്ന് അടിച്ച് കർത്താവിനെ സ്തുതിക്കാം. കർത്താവ് എല്ലാ കാര്യങ്ങളെയും ദൃശ്യമണ്ഡലത്തിൽ കർത്താവ് നോക്കില്ല. 18 വർഷം കൂനിയായിരുന്ന ഒരു സ്ത്രീയെ കണ്ടപ്പോൾ, യേശുവിന്റെ ആത്മകണ്ണിൽ അവളെ സ്കാൻ ചെയ്തപ്പോൾ, സാത്താൻ 18 സംവത്സരമായി അവളെ എന്ത് ചെയ്തിരിക്കുകയാണ്? ബന്ധിച്ചു വെച്ചിരിക്കുക. കർത്താവിന് ഏത് കാണാമായിരുന്നു? ദുഷ്ടന്റെ രാജ്യത്തെ കാണണം. പറഞ്ഞാട്ടെ, മനുഷ്യരെ കാണാതെ. പറഞ്ഞാട്ടെ, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം വാക്കുകൊണ്ടാണ് യുദ്ധം. പറഞ്ഞാട്ടെ. വാക്കുകൊണ്ടാണല്ലോ വീട്ടിൽ ഇപ്പോൾ അടി നടക്കുന്നത്. അടിയിൽ നമ്മൾ തോറ്റോണ്ടിരിക്കുക. എന്നാൽ വീടിനകത്ത് നിന്റെ ഭർത്താവിനെ, അല്ലെങ്കിൽ നിന്റെ കുഞ്ഞിനെ, അല്ലെങ്കിൽ ഇന്നയാളെ, നിന്നെ ഉപദ്രവിക്കുന്ന വ്യക്തിയെ ബന്ധിച്ചിരിക്കുന്ന ശക്തിയെ സ്നേഹിക്കണം. നമുക്ക് മനുഷ്യരായ ഒരു ശത്രുക്കളുമില്ല. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചാൽ അവരോട് അയ്യോഭാവം തോന്നണം. കഷ്ടം. സുവിശേഷത്തെ അതുകൊണ്ടാണ് കർത്താവ് ഒരിക്കൽ ശമരിയയിൽ കൂടെ യേശുവും ശിഷ്യന്മാരും പോകേണ്ടി വന്നപ്പോൾ അവരെ വഴി നടക്കാൻ അവർ സമ്മതിച്ചില്ല. ഉടനെ യാക്കോബും യോഹന്നാനും സബദി മക്കൾ വന്നിട്ട് ചോദിച്ചു, കർത്താവേ, ആ പഴയ നിയമകാലത്ത് ഏലിയാവിന്റെ കാലത്ത് തീ ഇറക്കി നശിപ്പിച്ചതുപോലെ ഈ ശമരിയക്കാരുടെ മേൽ തീ ഇറങ്ങട്ടെ എന്ന് പറയാൻ ഞങ്ങൾക്കൊരു ടെമ്പററി അധികാരം തരാവുന്നു. പിന്നെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല, അവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാന്. ഈ ശമരിയക്കാരെ ഞാൻ സ്നേഹിക്കുന്നു. കരമടിച്ചു കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൈവരാജ്യത്തിലുള്ള മക്കൾ ഉയർന്ന് ചിന്തിച്ചാട്ടെ. നമുക്ക് ഈ ലോകത്തിൽ ഒരു ശത്രുമില്ല, മനുഷ്യരായ ഒരു ശത്രു. അതുകൊണ്ടാണ് കർത്താവ് അനുവദിച്ചാൽ ഈ സന്ദേശം നമുക്ക് തുടരാം. എഫേസ്യ ലേഖനത്തിൽ പറയാണ്, നമുക്ക് പോരാട്ടമുള്ളത് ജഡ അല്ലെന്ന് പറയുമ്പോൾ പോരാട്ടം ഉള്ളവരോട് പോരാടണ്ടേ? വേണ്ടേ?
അദൃശ്യമണ്ഡലത്തോട് പോരാടണ്ടേ? ഇന്ന് രോഗക്കെട്ടുകൾ ഇവിടെ പൊട്ടിമാറും. പല രോഗങ്ങളും രോഗമല്ല, ദുരാത്മ വ്യാപാരമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ മീറ്റിംഗ് നടക്കുമ്പോൾ വയറ്റിൽ അസ്വസ്ഥതയുള്ളവരെ മുമ്പോട്ട് വരാൻ പറഞ്ഞു. ഒരു സഹോദരിക്കൊന്നും അവൾ വെള്ളുവരുന്ന വിടുതലോടെ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിലൊന്ന് കൈപൊക്കിയാൽ നല്ലതാണ്. പല ഭക്ഷണവും കഴിക്കാമല്ലോ. ഞാൻ പറഞ്ഞു ഇന്ന് പോയ ഭക്ഷണം അണ്ട് പുറകിലൊരു കൈ ഉയർന്നല്ലോ, ഞാൻ മുമ്പോട്ട് വന്നാട്ടെ യേശുവിൻ്റെ നാമത്തിൽ. റാത്തുന വൈഡപ്രബാല ഹത്തുര. ഒരു സഹോദരി വന്നപ്പോൾ ഒന്നും കഴിക്കാൻ മേല. സ്തോത്രം. അതിന് ചികിത്സിച്ചു. പ്രൈസിലോ ഒത്തിരി ചികിത്സകളൊക്കെ ചെയ്തു പലരും വന്നു. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ പുറകിലൊരു ദുഷ്ടശക്തിയാണെന്ന് തിരിച്ചറിഞ്ഞ് വിട്ടുപോകാൻ പറഞ്ഞപ്പോൾ ഒരു 3-4 പേര് മറിഞ്ഞിവിടെ കിടന്നു. എഴുന്നേറ്റ് വന്നിട്ട് പറയാം, എൻ്റെ മേത്തിൽ നിന്ന് എന്തോ ഇറങ്ങിപ്പോയി. സ്വത്രം. ആത്മാവിൽ സഞ്ചരിക്കാൻ പഠിക്കണം. കയ്യൊപ്പിടിച്ച് പറഞ്ഞിട്ട് ആത്മാവിൽ. പക്ഷെ നമ്മൾ മനുഷ്യരാ. എന്നെ അടക്കം ഞാൻ പറയാം, ആത്മാവിൽ നടക്കുന്ന നമ്മളും ഇടയ്ക്ക് അറിയാതെ വിടുതലായോ സഹോദരി? വിടുതലായോ? മോക്ക് വിടുതലായോ? സൗഖ്യം കിട്ടി. ഈ മകൾക്ക് എന്തൊക്കെയായിരുന്നു പ്രശ്നം? വീട്ടിൽ ചെന്ന് ഞാൻ ചോദിച്ചു അവളോട് എന്താ സംഭവിച്ചെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു അവളുടെ ശരീരത്തിൽ നിന്ന് എന്തോ ഇറങ്ങി പോകുന്ന പോലെ തോന്നിയെന്ന് പറഞ്ഞു. അപ്പോഴവള് വീണെന്ന് പറഞ്ഞു. വീണ് കിടന്നായിരുന്നു. ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കഴിച്ചു. ഒരു കുഴപ്പമില്ല. കഴിക്കുന്ന ബുദ്ധിമുട്ട് മാറി. സ്തോത്രം. അടുത്തിരിക്കുന്ന പറഞ്ഞാട്ട് നിങ്ങൾക്ക് ഒത്തിരി ജോലി ഉണ്ടെന്ന് പറഞ്ഞാട്ട് ഞാൻ ചെറുപ്പക്കാരോടൊക്കെ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് കാനഡയിലോ ഒക്കെ പോകാൻ ദൈവത്തിൻ്റെ വിളിയുണ്ട്, പ്രാർത്ഥിച്ചോണം, പൊക്കോണം. പക്ഷെ ഇവിടെ തൊഴിലില്ലായ്മയാണെന്നും കൊണ്ട് പോകരുത്. കയ്യെ പിടിച്ച് പറഞ്ഞാട്ടെ. ഇവിടെ ഒത്തിരി ഭൂതങ്ങളെ പുറത്താക്കാൻ കിടക്കുകയാണ്. ഇവിടെ അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം ഇല്ലാത്തൊരു കൂട്ടരുള്ളത് നമ്മളാണ്. ആമേൻ. നിങ്ങൾ കൽപ്പിക്കുമ്പോൾ ഞാൻ ചുമ്മാ തമാശ ഒന്നും പറയല്ല, ആ ബന്ധനങ്ങൾ അഴിയും. ആ മകളെ ജീവിതം മുഴുവൻ സഫർ ചെയ്യായിരുന്നു. ഒന്നുകൂടെ കൈ നീട്ടിക്കുക സഹോദരിമാർ. അടുത്ത് വന്ന മകളെ ഒന്ന് ആലിംഗനം ചെയ്ത് പ്രാർത്ഥിച്ച. മോൾ ഇപ്പോഴും കരയാണ്. എല്ലാ കരങ്ങളും നീട്ടി. വലിയ ഭാരം ആ മകൾക്കുണ്ട്. എന്നാൽ പോയി ഭക്ഷണം കഴിച്ചു. ഇവിടെ തളർന്ന് താഴെ കടന്നു. നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, പിന്നെ വാഴ്ചകളോടും. അത് ഇന്ന് രോഗങ്ങൾ ഇവിടെ പൊട്ടിമാറും. വയറ്റിലെ അസ്വസ്ഥതകൾ വിട്ടുമാറും. കണ്ണിൻ്റെ കാഴ്ചകൾ മടങ്ങി വരും. ഭയങ്ങൾ വിട്ടുമാറും. ഇവിടെ നിങ്ങൾ കൽപ്പിക്കുമ്പോൾ വിദൂരത്തിൽ നിന്റെ കുഞ്ഞിന് വിടുതലാവും, നിന്റെ ഭർത്താവിന് വിടുതലാവും. നഷ്ടപ്പെട്ടതൊക്കെ മടക്കി കിട്ടും. ദുഷ്ടശക്തികൾ പിടിച്ചു വെച്ചതിനെ കർത്താവ് അർഗല രഹസ്യ പ്രവാല ഹൗഡക പ്രവാല. നിങ്ങൾക്കാർക്കെങ്കിലും ഉള്ളിൽ പേരുകളോ എന്തെങ്കിലും വെളിപ്പെടുന്നെങ്കിൽ പെട്ടെന്ന് പറയാം, ഒരു കുഴപ്പമില്ല. അർബന രഗത്ത് പ്രഭോഷപ്രവ. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചിട്ട് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററെ, ഇനിയും എന്തോ ഒന്ന് വിട്ടുപോയല്ലോ. ഇനി എന്തോ ഒന്ന് അകത്തോട്ട് വന്ന് കയറും. ഇപ്പം മുഖത്തൊരു മാറ്റമുണ്ട്. ആ ചിരി അങ്ങോട്ടൊന്ന് കാണിച്ച്. ആ 70mm ചിരി വെള്ളിയാഴ്ച കണ്ടായിരുന്നല്ലോ ഈ മുഖം. ഇപ്പം സന്തോഷമൊക്കെ വന്നു. സ്തോത്രം. ഇനി ജയ ഉത്സവത്തിന്റെ നാളുകളാണ്. ആമേൻ. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാൽ സ്വർഗീയപുരനാർക്ക് ഒത്തിരി ജോലി ഉണ്ടെന്ന് പറഞ്ഞാട്ട് വീട്ടിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടരുത് പറഞ്ഞാട്ട് തോണ്ടണ്ടവനിട്ട് തോണ്ട് കൊടുക്കണം. ഒന്ന് പറഞ്ഞാട്ട് ഭർത്താവും ഭാര്യയും കൂടെ മക്കളുമായിട്ടും വിഷയങ്ങളുമായിട്ടും ഒന്നും പിടിക്കരുത്. നിനക്ക് പുറത്താക്കാൻ ഒത്തിരി ബന്ധനങ്ങൾ നാട്ടിലുണ്ട്. ഒന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ട് 10,000 പേര് നമ്മുടെ മധ്യത്തിൽ വന്ന് വിടുതലാകാൻ പോവാ. ഇന്ത്യ അടുത്ത ഉണർവ് കാണാൻ പോവാ. UK എന്നൊക്കെ വന്നേകൊള്ളാം. പുതുശക്തിയോടെ പോയി ബന്ധനങ്ങളെ അഴിച്ചോണം, കെട്ടുകളെ പൊട്ടിച്ചോണം. കണ്ടോ, ഈ കുടുംബത്തെ ഒന്ന് അനുഗ്രഹിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ. സിസ്റ്ററെ, ഹലോ, നീ കൈവച്ച് രോഗി സൗഖ്യമാവും. വിടുതൽ കൊടുക്കാൻ ഒത്തിരി പേരുണ്ടോ ഇല്ലയോ? പറഞ്ഞാട്ടെ. എൻ്റെ പെങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. 9ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഭാരം തുടങ്ങിയതാണ്. ഞങ്ങളുടെ താഴെ ആത്മീയ ആരാധന നടക്കുന്നുണ്ട്. അവിടെ ഒറ്റ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നെങ്കിൽ വിടുതലായെന്നെ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ മക്കളുടെ മേൽ വലിയ ദൈവപ്രവർത്തികൾ. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ചാട്ട് എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിക്കുക. റാഖാല ഭാഷപ്രബാല ഹത്തുരാജല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പ്രാർത്ഥിക്കാമോ? യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ്, ഒരു ജനറലിൻ്റെ കയ്യിലാണ് നിങ്ങൾ പിടിച്ചിരിക്കുന്നത്. ദൈവരാജ്യത്തിലെ ഒരു ജനറലിൻ്റെ കയ്യിലാണ് നിങ്ങൾ പിടിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ സ്തോത്രം, ഇന്നയാളായിരിക്കും, ഇന്നിടത്ത് ഇന്നയാളായിരിക്കും, നമ്മുടെ സാമ അല്ലെങ്കിൽ ജസ്റ്റിന് അല്ലെങ്കിൽ സ്തോത്രം എന്നൊക്കെ തോന്നും.
പ്രൈസ് ദി ലോർഡ്. അവരാരുമല്ല, ദൈവരാജ്യത്തിന്റെ ജനറലുടെ കയ്യിലാണ് നിങ്ങൾ പിടിച്ചിരിക്കുന്നത്. അവരുടെ കൈകളാൽ വലിയതാ നടക്കാൻ പോകുന്നത്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ വരുന്നു. കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്. എന്തോ ഒരു പുതിയ പകർച്ച സഭയുടെ മേൽ തരാൻ എൻ്റെ അകത്തൊരു പ്രേരണ പരിശുദ്ധാത്മ തരിക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ട്. റാഖല 2 കാര്യത്തിനാണ്. ഒന്ന്, പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ. എന്താണ്? ഉറക്കെ പറഞ്ഞാട്ട്. ഒന്ന്, പിശാചിന്റെ തന്ത്രങ്ങളെ. നമ്മൾ മനുഷ്യരാന്ന് വിചാരിക്കും. ഹലോ, അങ്ങനെ നമ്മൾ അറിയാതെ സഭയ്ക്കകത്തുള്ളവർ തമ്മിലും പോരാടും. മനുഷ്യരല്ല നമ്മുടെ ശത്രു. ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ട്. വീട്ടിലുള്ളവർ തമ്മിൽ പോരാടും. മനുഷ്യരല്ല നമ്മുടെ ശത്രു. നമുക്ക് പോരാട്ടമുള്ളത് കർത്താവ് അനുവദിച്ചാൽ സർവായുധ വർഗമൊക്കെ അടുത്ത ആഴ്ചകളിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്നത്തെ നമ്മുടെ യുദ്ധം ശത്രുവിനോടല്ല, നമ്മുടെ അകത്തെ ചിന്തകളോടാണ്. അതാണ് എഫേസ്യ ലേഖനത്തിലും 2 കൊരിന്ത്യർ 10 ഈ ജയോത്സവം എന്ന് പറഞ്ഞിട്ട് 10:3 പറയാ. 2 കൊരിന്ത്യരിലല്ലേ ജയോത്സവം, 2-ാം അധ്യായത്തിൽ ജയോത്സവം ഉള്ളവർ 10-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇങ്ങനെ പറയണം, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ. പൗലൂസെ ജയിച്ചെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പിന്നെ എന്നെ അടുത്തൊരു യുദ്ധം, കോട്ടകളെ ഇടിക്കുന്നു. എൻ്റെ അകത്തവൻ വേണ്ടാത്ത ചിന്തകൾ ഇടുന്നു. അതിനോടാണ് പോരാട്ടം. ഇന്നൊരു വലിയ ജയത്തിന്റെ ദിവസമാണ്. കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് റാംധന രഗടഗത ആമേൻ. ഞാൻ ഈ വാക്ക് ഒരിക്കൽ പറഞ്ഞാണ്, ഒന്നുകൂടെ പറയാം. സ്തോത്രം. എക്സാമിൻ, ഓരൊക്കെ പറഞ്ഞേ. എക്സ്പോസ് ആൻഡ് എക്സ്പെൽ എന്ന് പറഞ്ഞ ഒന്നാമതായിട്ട് ഒരു കാര്യം കാണുമ്പോൾ അതിൻ്റെ പുറകിൽ മനുഷ്യനാണോ അല്ല. ഇപ്പൊ സുവിശേഷത്തിനെതിരെ ഇന്ത്യയിൽ പ്രവർത്തനം നടക്കുമ്പോൾ നമ്മുടെ മനുഷ്യരെ കാണുന്നു. അവരുപദ്രവിച്ച്, അവരല്ല. ആരാ അത് ചെയ്തേ? പറഞ്ഞോട്ടെ. ശമരിയക്കാരാണോ അത് ചെയ്തത്? യേശുവിനറിയാം ശമരിയക്കാരല്ല, അവനെ കുത്തി അളക്കുന്ന ശക്തിയാണ്. അതിനെ കണ്ടാൽ നീ ജയാളിയായി. ജയാളികളോടുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ഞാനിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ദൈവമക്കൾക്ക് വേണ്ടി ഒരു ആത്മ കണ്ണ് തുറക്കാൻ, ഹൃദയദൃഷ്ടി പ്രകാശിക്കാൻ. ഏത് വിഷയത്തിന്റെ പുറകിലും നിങ്ങൾ ജയം കൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ജയം നടക്കാൻ പോകുകയാണ്. ഭവനത്തിനകത്ത് അസ്വസ്ഥതകൾ കാണത്തില്ല, മറിച്ച് നിങ്ങൾ കൈകോർക്കുമ്പോൾ, ഭർത്താവും ഭാര്യയും കൈകോർക്കുമ്പോൾ വലിയ വിടുതലുകൾ നടക്കുന്നത് കാണാൻ പോകുകയാണ്. എല്ലാവരും സ്വോത്രം ചെയ്യാം. ഒന്നാമതായിട്ട് എക്സാമിൻ ചെയ്ത് പ്രശ്നത്തിന്റെ പുറകിലുള്ള ആത്മമണ്ഡലം തിരിച്ചറിയണം. രണ്ടാമതായിട്ട് അവനെ എക്സ്പോസ് ചെയ്യണം. യേശുക്രിസ്തു പറഞ്ഞു, ഇത് പിശാചാണ് ബന്ധിച്ച്. എന്തോ പറഞ്ഞു? പിശാചെ എന്ന് വിളിച്ചാലേ പിശാച് പോവുള്ളൂ. എല്ലാവരും പറഞ്ഞാട്ടെ, ഉറക്കെ പറഞ്ഞാട്ടെ. പിശാചിനെ എന്തായിട്ട് അറിയണം? പിശാചായിട്ട് അറിയണം. നമ്മൾ മനുഷ്യനോടാ പ്രയാസം തോന്നുന്നല്ല. ആരാണ് നമ്മുടെ ശത്രു? പറഞ്ഞാട്ടെ. നീയാണ് ഇതിന്റെ കൾപ്രിറ്റ്, നീയാണ് ഇതിന്റെ പുറകിൽ എന്ന് അവനോട് പറയുമ്പോൾ തന്നെ അവന് ഞെട്ടാൻ തുടങ്ങും. നിനക്കവനെ പിടികിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ അവൻ്റെ അകവാള് വെട്ടും. ദൈവത്തിൻ്റെ പൈതലെ ആത്മ കണ്ണുകൾ തുറന്നു തരികയാണ്. അവൻ പ്രവർത്തിക്കുന്ന ആത്മമണ്ഡലത്തിലാണെങ്കിൽ നിന്റെ ആത്മമണ്ഡലം കർത്താവ് തുറക്കുകയാണ്. ആത്മ കണ്ണുകൾ കർത്താവ് തുറക്കുകയാണ്. പിന്നുണ്ടല്ലോ, വിട്ടു പോകാൻ പറഞ്ഞാൽ മതി, വിട്ടു പോയിരിക്കും. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ ചരിക്കുന്ന, ആത്മമണ്ഡലം കാണുന്ന, ആത്മമണ്ഡലത്തിൽ ചരിക്കുന്ന ഒരു പുതിയ നില എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കര ഉയർത്തിപ്പിടിച്ചാട്ട്. ആത്മമണ്ഡലം കാണുന്ന, ഏത് വിഷയത്തിൻ്റെയും പുറകിൽ ആത്മമണ്ഡലം കാണുന്ന, ആത്മമണ്ഡലത്തിൻ്റെ സംഭവങ്ങൾ തിരിച്ചറിഞ്ഞ് അതിൻ്റെ മേൽ ജയം നമുക്ക് ഓൾറെഡി ഉണ്ട്. ഉറക്കെ പറഞ്ഞ ഞാൻ ജയാളിയാണ്. പക്ഷെ അവൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്ന് കരമുയർത്തിപ്പിടിച്ചാട്ട്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഏത് കാര്യത്തിലും ഇതെടുക്കാം കേട്ടോ. ഏത് കാര്യത്തിൽ, സാമ്പത്തികമാകാം, കുടുംബപരമാകാം, കുഞ്ഞുങ്ങളുടെ കാര്യമാകാം, അവിടെയെല്ലാം ആത്മമണ്ഡലത്തിൽ ഒരു വലിയ വിജയം കർത്താവ്. എല്ലാ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു സഭയ്ക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ. അത് ആഗ്രഹിക്കുന്നവർ മാത്രം കര ഉയർത്തിപ്പിടിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്വത്രം കർത്താവിനെ ഇവിടെ നിർത്തിയ അധികാരത്തിൽ നിന്നുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയാം ആത്മകണ്ണുകൾ തുറക്കും. ചില വിവേചനത്തിൻ്റെ ശക്തികൾ തരും. ഇതുവരെ ചെയ്തത് പലതും ചെയ്യത്തില്ല, പുതിയ രീതിയിൽ ചെയ്യാൻ തുടങ്ങും. പ്രാർത്ഥനയുടെ നിലകൾ മാറാൻ തുടങ്ങും. തരണേ പ്രാർത്ഥനയല്ല, മറിച്ച് പ്രാർത്ഥനയിൽ പോരാടുക എന്നൊരു വാക്കുണ്ട്, അറിയാമോ? പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരനുഭവം ദൈവം നിനക്ക് തരാൻ പോവുകയാണ്. വേണ്ടിയവർ കരമുയർത്തി പ്രാർത്ഥിച്ചോണം. കർത്താവെ, ഇന്ന് പകൽ അടിയൻ പ്രാർത്ഥിക്കുക. ഇന്ന് ഇവിടെ കരമുയർത്തിയിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയും, അപ്പോൾ തന്നെ കർത്താവെ സ്തോത്രം, ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആത്മ കണ്ണുകൾ തുറക്കപ്പെട്ട്
പഴയ നിയമകാലത്ത് പോലും എൻ്റെ കർത്താവേ സ്തോത്രം, ആ എലീശ പ്രവാചകന്റെ ആത്മക്കണ്ണ് തുറന്നിരുന്നപ്പോൾ വന്ന ശത്രു സൈന്യത്തെ അല്ല, തനിക്ക് വേണ്ടി നിന്ന ദൂത സൈന്യത്തെ കണ്ടതുപോലെ, ആമേൻ, ശത്രു സൈന്യത്തെ അല്ല, ദൂത സൈന്യത്തെ കാണുന്ന ആത്മക്കണ്ണുകൾ തുറക്കാൻ ആഗ്രഹിക്കുന്നവർ കരം ഉയർത്തിപ്പിടിച്ചോട്ടെ. വീണ്ടും ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചു തരണേ കർത്താവേ, എൻ്റെ ആത്മക്കണ്ണ് തുറന്നു തരണമേ കർത്താവേ. അർബല രഹസ്യ പ്രബാല. ഓ, സഭയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു പുതിയ ലെവലിലുള്ള ആത്മീയ ജീവിതം, ഒരു പുതിയ ലെവലിലുള്ള ആത്മാവിലുള്ള സഞ്ചാരം മക്കളുടെ മേൽ വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് സഭയെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.